ഒരു പെരുന്നാളിന്റെ ഖുതുബയിൽ അവിടുന്ന് സ്ത്രീകൾ കേൾക്കാത്ത ദൂരത്തായപ്പോ സ്ത്രീകളുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീകളുടെ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ ധർമ്മം ചെയ്യണേ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വഅക്സിർനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ പാപമോചന പ്രാർത്ഥന അധികരിപ്പിക്കുകയും ചെയ്യണേ. ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലിന്നാർ, കാരണം നരകത്തിയിൽ നിങ്ങളെയാണ് ഞാൻ അധികം കണ്ടത്, നിങ്ങളെയാണ് നരകത്തിയിൽ ഭൂരിപക്ഷവും ഞാൻ കണ്ടത്. അവിടെ അതിന് രക്ഷപ്പെടാൻ നിങ്ങൾ സ്വതക്ക കൊടുത്തോളി, ഇസ്തിഗ്ഫാർ പടച്ചോനോട് പാപമോചനത്തിന് പ്രാർത്ഥിച്ചോളൂ. ഫഖുൽനാ സഹാബത്തു, സഹാബ വനിതകൾ ചോദിച്ചു, എന്തുകൊണ്ടാ നബിയെ അവർ നരകത്തിയിൽ കൂടുതൽ കാണപ്പെടുന്നത്? വബിമയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്തുകൊണ്ടാണത്? ഇവിടുന്ന് പിന്നെയും പറഞ്ഞു, തുക്സിർനൽ ലഅന, ശപിക്കൽ അവർക്ക് കുറച്ച് കൂടുതലാണ്, ശാപവാക്കുകൾ പറയൽ പെണ്ണുങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. വതക്ഫുർനൽ അശീർ, നല്ല നിലക്ക് പോകുന്ന ബന്ധങ്ങളെ നിഷേധിക്കലും അവരുടെ പതിവാകുന്നു. അതുകൊണ്ട് അതൊക്കെ ആ സ്വഭാവങ്ങൾ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ സ്വതക്ക ചെയ്തോളിൻ, അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളൂ, കാരണം നരകത്തിൽ നിങ്ങളെയാണ് അധികം കണ്ടത്, രക്ഷപ്പെട്ടോളണം എന്ന് സ്ത്രീ സമൂഹത്തോട് പ്രത്യേകമായി കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ സർവ്വ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, നരകാഗ്നിയിൽ വെച്ച് നടക്കുന്ന ചില സംഭാഷണങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതും നരകത്തിയിലെ ഒരു ശിക്ഷയുടെ രൂപമാണ്. ശിക്ഷിക്കപ്പെടുന്നു എന്നതിനോടൊപ്പം ഓരോരുത്തരും പരസ്പരം കടിച്ച് കീറുന്ന ഒരു പ്രകൃതാണ് നരകത്തിയിൽ ഉണ്ടാവുക. സാധാരണഗതിയിൽ ഏത് ശത്രുവാണെങ്കിലും ഒരു പൊതു ആപത്തുപ്പെട്ട ഒന്നാവൂലേ? ഏത് ശത്രുവാണെങ്കിലും ഒരു പൊതുവായ ആപത്തുപ്പെട്ട എല്ലാവരും ഉണ്ട്, ഒന്നാകലും ഒരു സ്നേഹം കാണിക്കലും ഒന്ന് ഐക്യത്തിൽ നിൽക്കലൊക്കെ. നരകത്തിയിൽ അതുപോലുമില്ല. നരകത്തിയിൽ പൊതുവായ ആപത്താണ് വന്നിട്ടുള്ളതെങ്കിലും ഓരോരുത്തരും മറ്റവന് ശത്രുവാണ്. അതും ഒരു ശിക്ഷയുടെ രീതിയാണ്. അല്ലാഹു ഒരു ശിക്ഷ ഗൗരവം കൂട്ടാൻ വേണ്ടി തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ കാണാം, കുല്ലമാ ദഖലത് ഉമ്മത്തുൽ ലഅനത് ഉഖ്തഹാ ഹത്താ ഇദാ ദാറകൂ ഫീഹാ ജമീആ. ഓരോ സമൂഹവും നരകത്തിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോ തന്റെ തൊട്ടടുത്തേക്ക് കയറി വരുന്ന സഹോദരനെ അല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പിനെ അവർ ശപിച്ചുകൊണ്ടിരിക്കും. ഓരോ ടീമായിട്ട് നരകത്തിയിൽ ഇങ്ങനെ വരുമ്പോ അവിടെ ഉള്ളോലെ വരുന്നോ ശപിക്കും, വരുന്നോനെ അവിടെ ഉള്ളോനും ശപിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവര് പറയും, ആദ്യം വന്നവരോട് അവസാനം വന്നവരെ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹൗലായി അദല്ലൂന, ഇവരാണ് ഞങ്ങളെ പഴപ്പിച്ചത്, ഫആതിഹിം അദാബൻ ദിഅഫൻ മിനന്നാർ, ഇവരാണ് ഞങ്ങളെ പഴപ്പിച്ചത് എന്ന് അവിടെയുള്ള ആദ്യം വന്ന് നരകത്തിയിൽ വന്നു കിടക്കുന്ന ടീമിനെ നോക്കിയിട്ട് രണ്ടാമത് നരകത്തിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സംഘം പറയുന്നു. അതുകൊണ്ട് ഫആതിഹിം, നീ അവർക്ക് കൊടുക്കണേ, അദാബൻ ദിഅഫൻ മിനന്നാർ, നരകത്തിയിൽ നിന്ന് ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കും. ഇവരാ ഞങ്ങളെ പഴപ്പിച്ചത്, അതുകൊണ്ട് നീ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കും. അല്ലാഹു പറയും, ലികുല്ലിൻ ദിഅഫുൻ, എല്ലാവർക്കും ഇരട്ടിയുണ്ടടോ, വലാകിൻ ലാ തഅലമൂൻ, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നവരല്ല. എല്ലാവർക്കും ഉണ്ട് ഇരട്ടി, ആർക്കും ഇവിടെ മോശമൊന്നുമില്ല എന്ന മറുപടിയാണ് കിട്ടുക. മാത്രല്ല, അപ്പൊ ആദ്യം അവിടെ വീണ് കിടക്കുന്നവരെ കുറിച്ചാണല്ലോ രണ്ടാമത് വന്നവരിങ്ങനെ പറഞ്ഞത്. അവരെ കുറിച്ച് ഇവിടെ ഉള്ളവര് പറയും, അവരോട് പറയും, ഫമാ കാന ലക്കും അലൈനാ മിൻ ഫദ്ൽ, ഞങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു മഹത്വവുമില്ലടോ, ഞങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു മഹത്വമില്ല. നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുക, നിങ്ങൾ വലിയ മുന്തിയോരാ, നിങ്ങൾക്കൊരു മഹത്വമില്ല. അതുകൊണ്ട് ഫദൂഖുൽ അദാബ്, ശിക്ഷ അനുഭവിച്ചോളൂ, ബിമാ കുൻതും തക്സിബൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ശിക്ഷകൾ അനുഭവിച്ചോളൂ എന്ന് നരകവാസികൾ മറ്റവരെ കുറിച്ച് പറയുകയാണ്. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്തുൽ മുഅ്മിൻ 47-48 ആയത്തുകളിൽ കാണാം, وَإِذْ يَتَحَاجُّونَ فِي النَّارِ فَيَقُولُ الضُّعَفَاءُ لِلَّذِينَ اسْتَكْبَرُوا إِنَّا كُنَّا لَكُمْ تَبَعًا فَهَلْ أَنْتُمْ مُغْنُونَ عَنَّا نَصِيبًا مِنَ النَّارِ
ഫിന്നാർ. സൂറത്ത് ഗാഫിറിലെ 47-48 ആയത്ത്. വൈദ് യതഹജ്ജൂന ഫിന്നാർ, നരകത്തിയിൽ വെച്ചിട്ട് സംവാദം നടക്കും. നരകത്തിയിൽ വീണ പാപികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. എന്താ തർക്കം? ഫയഖൂലുല്ലാഫാഉ, അവരുടെ കൂട്ടത്തിലെ ദുർബലന്മാര് പറയും, ലില്ലദീനസ്തക്ബറു, അവരുടെ കൂട്ടത്തിലെ അഹങ്കരിച്ചുകൊണ്ട് നടന്ന പ്രമാണിവർഗത്തെ നോക്കി പറയും. നരകവാസികളിലെ ദുർബലന്മാര് അവരുടെ കൂട്ടത്തിലെ മേലാളന്മാരെ നോക്കിയിട്ട് പറയും, ഇന്നാ കുന്നാ ലക്കും തബാ, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയിട്ടാണ് ജീവിച്ചത്, അതുകൊണ്ട് ഫഹൽ അൻതും മുഗ്നൂന അന്നാ, ഞങ്ങൾക്ക് വല്ല വിടുതലും തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നസീബം മിനന്നാർ, നരകത്തിയുടെ ശിക്ഷയിൽ നിന്നൊരു ഇളവ് തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാ ഞങ്ങൾ ഇവിടെ വന്ന് വീണത്. നേതാക്കന്മാരോട് അനുയായികൾ പറയും, ദുർബലന്മാര് വേലാളന്മാരോട് പറയും. അപ്പൊ അഹങ്കാരികൾ ഇവരോട് പറയും, ഖാലല്ലദീനസ്തക്ബറൂ, അഹങ്കാരികൾ ഇവരോട് പറയും, ഇന്നാ കുല്ലും ഫീഹാ, നമ്മളൊക്കെ ഇതിൽ കിടക്കേണ്ടവരെന്നെയാണ്, നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ ഞങ്ങൾക്ക് പറ്റൂല, എല്ലാവരും ഇവിടെ തന്നെയാണ് നമ്മൾ. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, നീതിമാനായ റബ്ബ് അവന്റെ അടിമകൾക്കിടയിൽ വിധി പ്രസ്താവിച്ചു പോയി. ഇനി മാറ്റൊന്നും ഉണ്ടാവില്ല, അള്ളാന്റെ നീതിയെ അവരവിടെ അംഗീകരിക്കുക. നരകത്തിയിൽ നമ്മൾ വീണുപോയി, ഇനി നിവൃത്തിയൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് നേതാവ് പറയുന്നത് അണ്ണാക്ക തൊടാതെ വിഴുങ്ങിങ്ങനെ നടക്കുന്ന പാർട്ടി അനുയായികളോടല്ല പറയണം, ഇത് അവിടെ വെച്ച് പറയും. പാർട്ടി അനുയായിക്ക് എന്തേ വേണ്ടു? നേതാവ് എന്താണോ പറഞ്ഞത് തലകുലിക്ക് സമ്മതിക്കുക, നോണയായാലും നേരായാലും. സിന്ദാബാദ് വിളിക്കാൻ പറഞ്ഞ സിന്ദാബാദ് വിളിക്കുക, കൊല്ല് എന്ന് പറഞ്ഞാൽ പോയി കൊല്ലുക, വെട്ടുക എന്ന് പറഞ്ഞാൽ പോയി വെട്ടുക, കത്തിക്കുക എന്ന് പറഞ്ഞാൽ പോയിട്ട് കത്തിക്കുക. എന്തിനെ ചെയ്തു? നേതാവ് പറഞ്ഞു, അനുയായി അനുസരിച്ചു. ഇന്നാ കുന്നാ ലക്കും തബാ, ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെ പിൻപറ്റിയിട്ടാണ് ജീവിച്ചത്, ഒരല്പമൊന്ന് നരകശിക്ഷയിൽ നിന്ന് ശമനം തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നേതൃത്വത്തെ അനുസരിക്കണം, നേതൃത്വത്തെ അനുസരിക്കണം, നേതൃത്വം എന്ത് പറഞ്ഞാലും കേൾക്കണം എന്നാ ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നേതൃത്വം എന്ത് പറഞ്ഞാലും കേൾക്കണം, നേതൃത്വം എന്ത് തോന്നിയാസം പറഞ്ഞാലും കേൾക്കണം, ഖുർആനെതിരെ ജീവിക്കാൻ പറഞ്ഞാലും കേൾക്കണം, ഹദീസിനെതിരെ ജീവിക്കാൻ പറഞ്ഞാലും കേൾക്കണം, ഹദീസ് നിഷേധിക്കാൻ പറഞ്ഞാലും സ്വീകരിക്കണം. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? ഇല്ല. ലാ താഅത്തി ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖായ സൃഷ്ടാവായ റബ്ബിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഏറെ ആദരിക്കാൻ പറഞ്ഞതാ ഉമ്മാനി ഉപ്പാനി. ആ ഉമ്മയുപ്പയും അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത സംഗതി നിന്നോട് നിർബന്ധിച്ചാൽ ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിച്ചു പോകരുത്. അത്ര ഗൗരവത്തിലാണ് ഇസ്ലാം. പിന്നുണ്ടോ? പ്രസിഡന്റ് പറഞ്ഞാൽ അനുയായി കേൾക്കണം, സെക്രട്ടറി പറഞ്ഞാൽ അനുയായി കേൾക്കണം. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അത് പറഞ്ഞാൽ അംഗീകരിക്കും, അല്ലെങ്കിലോ തള്ളും. അതല്ലാതെ നേതൃത്വം പറഞ്ഞതൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞാൽ നരകത്തിലെത്തിയാൽ എന്താണ്? അതവിടെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രമാണമേതാണോ, സത്യമേതാണോ അതാണ് പിൻപറ്റേണ്ടത്. അതല്ലാത്തവരൊക്കെ പരസ്പരം ശപിച്ചു പിരിയേണ്ടി വരുന്ന ദുരവസ്ഥയാണ് സംഭവിക്കുന്നത്. ഇനിയും സഹോദരന്മാരെ, പരസ്പരം കുറ്റപ്പെടുത്തുന്ന രംഗങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഹാദാ ഫൗജും മുഖ്തഹിമും മഅകും ലാ മർഹബൻ ബിഹിം ഇന്നഹും സ്വാലുന്നാർ. നരകത്തിൽ ആദ്യമെത്തിയവരോട് അല്ലാഹ് പറയും, നരകത്തിൽ ആദ്യം വന്ന് വീണ ടീമിനോട് അല്ലാഹ് പറയും, എന്താ പറയാ? ഹാദാ ഫൗജും മുഖ്തഹിമും മഅകും, ഇതാ നിങ്ങളോടൊപ്പം ഒരു സംഘം തള്ളിക്കയറി വരുന്നു. നരകത്തിയിലുള്ളവരോട് അല്ലാഹ് പറയും, ഒരു സംഘം നിങ്ങളോടൊപ്പം ഇതാ തള്ളിക്കയറി വരുന്നു. ഇന്നഹും സാലുന്നാർ, അതേ ആ സംഘം നരകത്തിയിലേക്ക് വരാനുള്ളവരാണ്. അന്നേരം അവരെ നോക്കിയിട്ട് ഇവിടെയുള്ളവർ പറയും, ലാ മർഹബൻ ബിഹിം, അവർക്ക് സ്വാഗതമല്ല, അവർക്ക് സ്വാഗതമില്ല. അപ്പൊ വന്നോരിവരോട് പറയും, ബല്ലൻതും ലാ മർഹബൻ ബിക്കും, നിങ്ങൾക്കാണ് സ്വാഗതമില്ലാത്തത്, നിങ്ങളാണ് വൃത്തികെട്ടവർ, നിങ്ങളാണ് അവഗണിക്കപ്പെട്ടവർ. അൻതും ഖദ്ദംതുമൂഹു ലനാ, നിങ്ങളാണ് ഞങ്ങൾക്കിത് വരുത്തിവെച്ചത്. ഫബിഇസൽ ഖറാർ, നമുക്കുള്ള സങ്കേതം എത്ര ചീത്തയാകുന്നു. എന്നിട്ടവർ റബ്ബിനോട് പറയും, റബ്ബനാ, ഖാലു, അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, മൻ ഖദ്ദമ ലനാ ഹാദാ, ഞങ്ങൾക്കിത് വരുത്തിവെച്ചതാരോ, ഫസിദൂനി, അവന് വർദ്ധിപ്പിച്ചു കൊടുക്കണേ, അദാബൻ ദുഫൻ ഫിന്നാർ, നരകത്തിയുടെ ശിക്ഷ ഇരട്ടിക്കരട്ടിയായിട്ട് അയാൾക്ക് കൊടുക്കണേ.
ഇങ്ങനെ പരസ്പരം നേതാവും അനുയായികളും പ്രമാണികളും ദുർബലരും ഒക്കെ പരസ്പരം ഇവിടെ വലിയ ക്ലോസ് ഫ്രണ്ട്സും വലിയ കൂട്ടും വലിയ ഗ്രൂപ്പൊക്കെ ആയി നടന്നിരുന്നവര് അവിടെ എത്തുമ്പോൾ പരസ്പരം കടിച്ച് കീറി ശപിച്ച് വിരിയുന്ന നരകത്തിൽ അതും ഒരു ശിക്ഷ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വൈരം, പകയും വിദ്വേഷവും. മാത്രമല്ല, നരകത്തിയിലെത്തിയപ്പോൾ അവിശ്വാസികൾ ഇങ്ങനെ തെരയാണ്. ആരെ? ഇവരൊക്കെ വലിയ മോശക്കാരാണെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളെ അവർ പരിഹസിച്ചിരുന്നു, മോമിനീങ്ങളെ. ആ മോമിനീങ്ങളെ അവരെ നരകത്തിയിൽ ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. കാലു, അവര് പറയും, മാലന, ഞങ്ങൾക്കെന്ത് സംഭവിച്ചു? ലാനറ, ഞങ്ങൾ കാണുന്നില്ലല്ലോ, റിജാലൻ, ചില ആളുകളെ, കുന്നാനഉദ്ദുഹും മിനൽ അശ്റാർ, ഞങ്ങളവരെ ദുഷിച്ചവരായിട്ടാണ് എണ്ണിയിരുന്നത്. ഞങ്ങൾ ദുഷിച്ചവരാന്ന് പറഞ്ഞിരുന്നവരൊന്നും ഇവിടെ നരകത്തിൽ കാണുന്നില്ലല്ലോ. ഇവിടെ പോയവരൊക്കെ ഇവർക്ക് വല്ലാത്തൊരു നിരാശ. പ്രേച്ചോരാണ്, വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് തള്ളിയിരുന്നു മോമിനീങ്ങളെ കുറെ. അവരൊക്കെ ഇവരെ കൂടെ നരകത്തിലുണ്ടാവുന്ന വിചാരിച്ചത്. അവര് നോക്കുമ്പോ കാണുന്നില്ല. എന്നിട്ട് അവര് പരസ്പരം പറയാ, അത്തഹദനാഹും സിഹ്രിയ, നമ്മളവരെ വെറുതെ പരിഹസിച്ചതായിരുന്നുവോ? അംസാഖത്ത് അൻഹുൽ അബ്സാർ, അതോ നരകത്തിൽ അവരെ നമുക്ക് കാണാതെ നമ്മുടെ കണ്ണ് തെറ്റിപ്പോയതാണോ? എന്നിങ്ങനെ പറഞ്ഞ് അവര് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവര് പഴച്ചോരാന്ന് വിചാരിച്ചവരെ നരകത്തിൽ കാണാഞ്ഞിട്ടുള്ളൊരു വിഷമം. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്ന ദാലിക ലഹഖുൻ തഖാസുമു അഹ്ലിന്നാർ, തീർച്ചയായിട്ടും അത് നരകവാസികളുടെ തർക്കം. അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. നരകത്തിയിൽ ലഭിക്കുന്ന വേറൊരു ശിക്ഷയാണത്. തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇവർ ഈ കളിയാക്കിയിരുന്ന ആളുകൾ ഇപ്പൊ എവിടെ ഉള്ളത്? ഈ ശത്രുക്കൾ അല്ലാഹുവിന്റെ മോമിനീങ്ങളെ കളിയാക്കിയിരുന്നല്ലോ. ആ മോമിനീങ്ങൾ ഇപ്പൊ എവിടെയായെത്തിയിട്ടുള്ളത്? അല്ലാഹുവിനെ കുറിച്ച് പറയാണ്, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, എന്റെ അടിമകളിൽ നിന്നും ഒരു സംഘമുണ്ടായിരുന്നു. യഖൂലൂന, അവരിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നവരാണ്. അവര് ദുനിയാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്നിരുന്നവരാ. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. എന്റെ അടിമകളിൽ കുറച്ച് ആളുകൾ, അല്ലാഹുവേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നീ ഞങ്ങളോട് പൊറുക്കണേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണേ, നീ അർഹമുർ റാഹിമീനാണല്ലോ, ഖൈറുർ റാഹിമീനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തൗഹീദിൽ അടിയുറച്ച് നിന്ന് സർവലോക പരിപാലകനായ അല്ലാഹുവിനെ മാത്രം പ്രാർത്ഥിച്ച് തൗഹീദിൽ ഉറച്ചു നിന്നിരുന്ന ആളുകൾ, ആ ആളുകളെ ഫത്തഹറത്തുമൂഹും സിഹ്രിയ, നിങ്ങളവരെ പരിഹാസത്തിന് പാത്രമാക്കി ദുനിയാവിൽ വെച്ച്. വഹീദീങ്ങളെ നിങ്ങൾ പരിഹസിച്ചു ദുനിയാവിൽ വെച്ച്. ഹത്താ സൗക്കും സിക്രി, എന്നെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അവർ നിങ്ങളെ മറപ്പിച്ചു കളഞ്ഞു. അഥവാ അവരെ കളിയാക്കി പരിഹസിച്ച് കുറ്റം പറഞ്ഞു നടന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഓർക്കാൻ നേരം കിട്ടിയില്ല. വകുന്തും മിൻഹും തദ്ഹഖൂൻ, നിങ്ങളവരെ പരിഹസിച്ച് ചിരിച്ചിരുന്നു. അതുകൊണ്ട് ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു, ഇന്നത്തെ ദിവസം അവർക്കിതാ ഞാൻ പ്രതിഫലം കൊടുത്തിരിക്കുന്നു. ബിമാ സബറു, അവര് സഹിച്ചത് കാരണത്താൽ. അന്നഹും ഹുമുൽ ഫായിസൂൻ, തീർച്ചയായും അവര് വിജയിച്ചുപോയി. ഇവര് നരകത്തിയിൽ തിരയുന്ന മോമിനീങ്ങളെ അള്ളാഹ് വിജയിപ്പിച്ച് അവരൊക്കെ സ്വർഗത്തിലെപ്പോഴോ എത്തിപ്പോയി. ഇവരിപ്പോഴും എന്നിട്ട് ആ മോമിനികളെ കാണാനല്ലോ അവരെ കാണാനല്ലോ എന്ന് ഇവിടെ കിടന്ന് ബഹളം കൂട്ടി തർക്കിച്ച് പരസ്പരം കൊല്ലും കൊലയും പിടിയും വലിയും ശാപവും തർക്കവുമായിട്ട് നരകാഗ്നിയിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു രക്ഷയില്ലാന്ന് കാണുമ്പോൾ അവസാനത്തെ ഒരു രംഗം അത് വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൽ അഅറാഫ്. നരകവാസികൾ അവസാനം സ്വർഗ്ഗക്കാരോട് ചോദിച്ചു നോക്കും, നമ്മളെ കുറെ ബന്ധപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു കരുണ നമ്മളോട് ഇല്ലാതിരിക്കില്ല. നമ്മൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോ നമ്മളെ ബന്ധക്കാരും പരിചയക്കാരും ഒക്കെ ഉണ്ടല്ലോ കുറെ അവിടെ, അവരെന്തെങ്കിലുമൊക്കെ നമ്മെ സഹായിക്കാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ അവസാനത്തൊരു ശ്രമം. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അന്നഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ الذين اتخذوا دينهم لهوا ولعبا
വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ വമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ. സൂറത്തുൽ അഅറാഫ് 50-51 വചനങ്ങൾ. എന്താണ് അവിടെ റബ്ബ് പറയുന്നത്? നരകവാസികൾ വിളിച്ചു ചോദിക്കുകയായി സ്വർഗവാസികളോട്. നരകക്കാരും സ്വർഗക്കാർക്കും ഇടയിലുള്ള മറ അല്ലാണ്ട് നീക്കണം. അപ്പൊ നരകവാസികൾ സ്വർഗത്തിന്റെ സുഖങ്ങളും സൗകര്യവും ഒക്കെ കാണും. അവിടെയുള്ള ആളുകളുമായിട്ട് ഒരു അഭിമുഖ സംഭാഷണത്തിന് വേദി ഒരുക്കണമല്ല. ആ സമയത്ത് നരകവാസികളോട് സ്വർഗവാസികൾ കെഞ്ചി വിളിച്ചു പറയും, ഞങ്ങൾക്കൊരിറ്റു വെള്ളം ഒറ്റിച്ചു തരുമോ? ഒരു തുള്ളി വെള്ളം ഞങ്ങളിലേക്ക് ഒഴുക്കിത്തരാമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന്, അല്ലാഹ് നിങ്ങൾക്ക് അനുഗ്രഹിച്ചിട്ടുള്ള റിസ്ഖിൽ നിന്ന്, ഉപജീവനത്തിൽ നിന്ന് വല്ലതും ഞങ്ങൾക്ക് തിരിതരുമോ? ദാഹിച്ചിട്ട് വയ്യ, വിശന്നിട്ട് വയ്യ, വല്ലതും ഞങ്ങൾക്കൊരൽപ്പം തരുമോ? ഏത് ബന്ധമുള്ളവനാണെങ്കിലും പരിചയക്കാരനാണ് സ്വർഗത്തിൽ അത് കേൾക്കുന്നതെങ്കിലും ഖാലു, അവരുടെ മറുപടി ഇടിത്തി പോലെ ഇവന്റെ ദുഃഖം കൂട്ടുന്ന മറുപടിയാണ്, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇല്ല, കാഫിരീങ്ങൾക്ക് ഇത് രണ്ടും അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്, തരാൻ പാടില്ല. നിങ്ങൾക്ക് തരാൻ പാടില്ല, നിങ്ങൾ കാഫിറുകളാണ്, അല്ലാഹ് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ കാഫിറുകൾ, ഈ വെള്ളം തടയപ്പെടുന്ന, റിസ്ക് തടയപ്പെടുന്ന ഈ മഹാപാപികൾ, എന്തായിരുന്നു അവരുടെ ദുർഗുണം? അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ആരായിരുന്നു അവർ? അല്ലദീന തഖദൂ ദീനഹും ലഹ്വൻ വലഇബാ, അവരുടെ ദീനിനെ അവർ കളിയും വിനോദവും തമാശയുമാക്കിയവരാണ്. അവർക്ക് ദീന് എന്ന് പറഞ്ഞ ഒരു വില ഉണ്ടായിരുന്നില്ല. ദുനിയാവിൽ അവർ ജീവിക്കുമ്പോ ഇസ്ലാമോ ദീനോ നിസ്കാരോ നോമ്പോ ഹജ്ജോ സക്കാത്തോ ഇസ്ലാമിന്റെ നിയമങ്ങളോ അതൊക്കെ ഒരു തമാശ, അതൊക്കെ ഒരു കളി, ഒരു ഗൗരവത്തിൽ അവരെടുത്തില്ല. ആയത്ത് കേട്ടാലും ഹദീസ് കേട്ടാലും ഒക്കെ അവർക്ക് പുച്ഛം, അവർക്ക് പരിഹാസം. അവരുടെ ദീൻ എന്ന് പറഞ്ഞാൽ കളിയും തമാശയായി. വിനോദിക്കുക, കളിക്കുക, പരിഹസിക്കുക, ഇതൊക്കെയായിരുന്നു വിനോദിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ജീവിതം. എന്തേ കാരണം? വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ ലോക ജീവിതമാണ് എല്ലാം എന്നവർ വിചാരിച്ചിട്ട് ഈ ലോക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. അതാ ഇവർ നരകത്തിയിൽ വീഴാൻ കാരണം. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, ഫൽയൗമ, ഇന്നത്തെ ദിവസം, നൻസാഹും, നാം അവരെ മറന്നു കളയുന്നു. അവരുടെ കാര്യം നമ്മൾ മറക്കുക. കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, ഇന്നത്തെ ദിവസം നമ്മെ കണ്ടുമുട്ടണം എന്ന ഓർമ്മ അവർക്കുണ്ടായില്ലല്ലോ. ഇന്നത്തെ ദിവസത്തെ കണ്ടുമുട്ടലിനെ അവര് മറന്നല്ലോ. അതുപോലെ അവരുടെ കാര്യം നാമും ഇന്ന് മറക്കുകയാണ്. മാത്രമല്ല, വമാ കാനൂ, അവരായിരുന്നത് കാരണത്താലും ബിആയാതിനാ യജ്ഹദൂൻ, നമ്മുടെ ആയത്തുകളെയൊക്കെ അവർ നിഷേധിക്കുന്നവരുമായിരുന്നു. ഇതാണ് നരകത്തിയിൽ അവർക്ക് കിട്ടുന്ന മറുപടിയും അവരുടേതായ അവസ്ഥയും എന്ന് അല്ലാഹു തആല സൂറത്തുൽ അഅറാഫിൽ വളരെ കൃത്യമായി പറയാം. ഒരു രക്ഷയില്ല എന്ന് ബോധ്യായി. ഒരു രക്ഷയും ഇനി നരകത്തിലില്ല. എല്ലാ അർത്ഥത്തിലും അവർ പലരോടും പറഞ്ഞു നോക്കി, അപേക്ഷിച്ചു നോക്കി, കരഞ്ഞു നോക്കി, മുറവിളി കൂട്ടി നോക്കി. രക്ഷയില്ല, നരകത്തിയിൽ രക്ഷയില്ല. ഇനി എന്തെന്റെ മാർഗം എന്നവർ ആലോചിക്കും. അവസാനം അവർക്ക്